ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറേ അധികം ദിവസമായി വീഡിയോ ഉണ്ടായിട്ട് ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ കുഞ്ഞ് കാന്താരി ഉണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ചതാണ് അവളുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാനായിട്ടൊരു കബേർഡ് വേണമെന്ന്. അതിനുശേഷം ഞാനത് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഈ അടുത്ത് എന്തോ സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അയ്യോ കബേർഡ് ഓർഡർ ചെയ്തില്ലോ എന്ന് ആലോചിച്ച്. എന്നാൽ പിന്നെ സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ആയിക്കോട്ടെ ആമസോണിൽ നിന്നൊരു കബേർഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്ന് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കണ്ടെങ്കിൽ പോലും എനിക്കങ്ങനെ ഒന്നും കണ്ടപ്പം പെട്ടെന്നൊരിഷ്ടം തോന്നിയില്ല. അങ്ങനെ ഇപ്പോൾ കണ്ട് ഈ ഒരു കബേർഡിലേക്ക് എത്താനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് കുഞ്ഞുപാത്തുവിൻ്റെ അപ്പയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ബോക്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ബോക്സിന് വെയിറ്റ് ഉണ്ടായിരുന്നു, കാരണം അതിൻ്റെ അകത്തുള്ള പാർട്സ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഒന്നും അങ്ങനെ ലൈറ്റ് പ്ലാസ്റ്റിക് അല്ല. എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1500-നും 2000-നും ഇടയ്ക്കാണ് ഓഫറെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പെട്ടി പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കുറേ കുരു പാർട്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് കുഞ്ഞിപ്പെണ്ണിങ്ങനെ അപ്പേനെ കാണിക്കുന്ന തിരക്കിലാണ്. ഭയങ്കര ഹാപ്പിയാണ് ആൾ. ഇപ്പം ഞാൻ ഈ എടുത്ത് പുറത്തിടുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്ത് നിർത്തുന്ന കുഞ്ഞു പാർട്സാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവർ നമുക്ക് ഈ പ്രോഡക്റ്റ് തരുന്ന സമയത്ത് എക്സ്ട്രാ ചില പാർട്സും വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഈ കുട്ടികളുടെ സ്വഭാവം നന്നായിട്ട് അറിയാൻ തോന്നുന്നു. കാരണം ഇടയ്ക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പുറത്തെറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യണമല്ലോ ഫൈനലി. അതുകൊണ്ട് 2-3 പാർട്സ് അവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള പാർട്സ് പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു മരത്തിൻ്റെ ചുറ്റിക ഉണ്ടായിരുന്നു. അത് കണ്ടത് ഞാൻ വേഗം എടുത്ത് മാറ്റി. കാരണം അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണെങ്ങാനും അത് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയായിരിക്കും. ഇനി മെയിൻ പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 കളറ് നീല സ്ക്വയർ ബോക്സസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ 8 പിക്ചേഴ്സുള്ള സ്ക്വയർ ബോക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 30 എണ്ണമാണ് ബേസിക്കലി ആ കബേർഡിൽ വരുന്നത്. അതുപോലെ തന്നെ ആ 8 എണ്ണമാണ് അതിൻ്റെ ഡോറായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ കണ്ടപ്പം കുഞ്ഞുപാത്തിന് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സായിരുന്നു. അപ്പോൾ അതൊക്കെ ആളിങ്ങനെ നോക്കി വലിയ ശല്യമൊന്നും ഇല്ലാതിരുന്നു അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ ഈ എടുത്ത് കാണിക്കുന്നതൊക്കെ ആനിമൽസിൻ്റെ പിക്ചേഴ്സായിരുന്നു കേട്ടോ. ജിറാഫിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു, ലയൺ ഉണ്ടായിരുന്നു, ഫ്രോഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6-7 ആനിമൽസിൻ്റെ പിക്ചേഴ്സായിരുന്നു. അതൊക്കെയാണ് ഈ ഡോറായിട്ട് വരുന്ന പാർട്ട്. ഞാൻ ഈ പെട്ടി അൺബോക്സ് ചെയ്ത സമയത്ത് കാണിച്ച ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നോക്കിയിട്ട് ഞങ്ങൾക്കൊരു കുന്തോ മനസ്സിലായില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ മെല്ലെ ഓരോ പാർട്സ് അഴിച്ചും തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കിയപ്പം ഏകദേശം ഒരു രൂപരേഖയൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ മനസ്സിലായപ്പം വേഗം പണി മുന്നോട്ട് പോയി. അൺബോക്സിങ് കഴിഞ്ഞപ്പം ഈ കുഞ്ഞ് കാന്താരി കിടന്ന് ഉറങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞ് ഫിക്സ് ചെയ്യണ സമയമായപ്പോൾ കറക്റ്റായിട്ട് പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേറ്റ് വന്നു. ഈ താജ്മഹൽ ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ആൾ ഇതിനകത്ത് കിടന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ആൾ തന്നെ എടുത്ത് റൂട്ട് മാപ്പ് നോക്കും, പാർട്സ് എടുത്ത് കളയും, പിന്നെയും തിരിച്ചു കൊണ്ടുവരും, കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറി ഇരിക്കാൻ നോക്കും, ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക തുറക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അവളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ താജ്മഹൽ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ഞാനത് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. എനിക്കെന്തായാലും ബേസിക്കലി ഇഷ്ടപ്പെട്ടു. റൂമിന് തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്ക് തരും. മാത്രമല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്കുണ്ട്. ഒരുപാട് വെയിറ്റ് ഉള്ള കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഓവർ വെയിറ്റ് ഉള്ള കാര്യങ്ങളൊന്നും വെക്കാതിരുന്നാൽ മതി. ആകെ ഒരു പോരായ്മ എന്ന് പറയാനായിട്ട് ഈ ഡോറ് നമ്മൾ എത്ര ക്ലോസ് ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡോറ് പ്രസ്സായിട്ട് ഇരിക്കില്ല എന്നുള്ളത് മാത്രമാണ് വേണമെങ്കിൽ ഒരു പോരായ്മ പറയാവുന്നത്. ഇത് അതിൻ്റെ പാർട്ടാണ്. ഇതുവരെ ഇതെവിടെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോര്. ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.